ഹായ്, വെൽക്കം ടു ജി കെ ഡാഡ്സ് കിച്ചൺ. ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൈഡ് റൈസ് ആണ്, മഷ്റൂം ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള മഷ്റൂമാണ് ഇത് ഇരിക്കുന്നത്. മഷ്റൂം നമ്മൾ ചെറുതായിട്ട് പെപ്പറും സോൾട്ടും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ വേണ്ടത് ക്യാബേജ് വേണം, ക്യാപ്സിക്കം വേണം, ക്യാരറ്റ് വേണം, സവാള വേണം, പച്ചമുളക് വേണം. പച്ചമുളകിൻ്റെ കൂടെ ഇച്ചിരി പച്ചമുളകും വെളുത്തുള്ളിയോട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇവിടെ റൈസാണ്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം എങ്ങനെ ഉണ്ടാക്കുന്നത്. കടായി എടുത്ത് ചൂടാക്കുക. അതിനകത്ത് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് സ്പൂൺ നെയ്യും പിന്നെ ഒരു സ്പൂൺ മസ്റ്റർഡ് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. അടുത്ത നമുക്ക് സവാള ഇടാം. സവാള ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇടാം. നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ക്യാരറ്റ് ഇടാം. മിക്സ് ചെയ്യാം. നല്ല ഒത്തിക്ക് ചെറുതായിട്ടൊന്ന് വെന്താൻ പറ്റും. ഇപ്പോൾ ക്യാബേജാണ് ഇടാൻ പോകുന്നത്. മിക്സ് ചെയ്യുക. നമ്മൾ ക്യാപ്സിക്കമാണ് ഇടാൻ പോകുന്നത്. മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ സോൾട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് മസാല ഇടാൻ പോകുന്നത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇത്രയാണ് നമ്മൾ ഈ മൂന്നെണ്ണം ഇട്ടാൽ മതി. ഇടുക. എന്നിട്ട് മിക്സ് ചെയ്യാം. അടുത്തായി നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂമിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മിക്സ് ചെയ്യാം. കുറച്ച് സോയാ സോസ് കൂടെ ഇതിൻ്റെ റൈസിന് മണ്ടയ്ക്ക് വെച്ച് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇത് സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. വളരെ സിമ്പിളാണ്, ആർക്കും ഉണ്ടാക്കാം. ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുകയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.